മഹാഭാരതത്തിൽ പറയുന്നത് പാണ്ഡവരുടെയും കൗരവരുടെയും കഥയാണ്. അത് നേരിട്ടു പറഞ്ഞു തരുന്ന രീതിയിലല്ല മഹാകവി വ്യാസൻ നമുക്ക് പറഞ്ഞു തരുന്നത്. യാഗങ്ങളും സത്സംഗങ്ങളും നടക്കുന്ന ഇടങ്ങളിൽ ആചാര്യന്മാരായെത്തുന്നവരുടെയും സന്ദർശകരായെത്തുന്നവരുടെയും മൊഴികളിലൂടെയാണ് കഥകൾ അനാവരണം ചെയ്യപ്പെടുന്നത്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലെയാണ് ഇവിടെ ശൗനകാദികളുടെ യാഗശാലയിൽ എത്തിയ ഉഗ്രശ്രവസ് ജനമേജയ രാജാവിൻ്റെ സർപ്പസത്രത്തിൽ വൈശമ്പായന മുനി പറയുന്നത് കേട്ട് മനസ്സിലാക്കിയ കഥയാണ് ഉഗ്രശ്രവസ് ശൗനകാദികളോട് പറയുന്നത്. പാണ്ഡവ കൗരവ കഥയല്ല ആദ്യം പറയുന്നത്. അതിനുള്ള മുന്നൊരുക്കമെന്നോണം ഈ കഥയിൽ ഭാഗഭാക്കാക്കിയ അവരുടെ ചരിത്രവും ചേർത്താണ് പറയുന്നത്. അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പുത്രനാണ് ജനമേജയൻ. തക്ഷകൻ എന്ന സർപ്പം കടിച്ചാണ് പരീക്ഷിത്ത് മരണമടഞ്ഞത്. അച്ഛൻ്റെ മരണത്തിന് പകരം ചോദിക്കാനാണ് ജനമേജയൻ സർപ്പസത്രം തുടങ്ങിയത്. അവിടെ നിന്നും കഥയാരംഭിച്ച് പിറകോട്ട് പോകുന്നു. നമ്മൾ ഗരുഡൻ്റെയും നാഗങ്ങളുടെയും ഉൽപ്പത്തി കേട്ടു. പാലാഴി മഥനം ചെയ്ത് അമൃത് കിട്ടിയതും കേട്ടു. അത് സൂക്ഷിക്കാൻ ഇന്ദ്രൻ നരൻ എന്ന ഋഷിയെയും ഏൽപ്പിച്ചതും നമ്മൾ കണ്ടു. തുടർന്നു വരുന്ന സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇപ്രകാരം പാലാഴി മഥനത്തിൽ കിട്ടിയതാണ് ഉച്ചൈശ്രവസ് എന്ന കുതിരയെന്ന് പറഞ്ഞുവല്ലോ. ഒരിക്കൽ വിനതയും കദ്രുവും ഉച്ചൈശ്രവസിനെ കുറിച്ച് സംസാരിച്ചു. കദ്രു വിനതയോട് പറഞ്ഞു, ഉച്ചൈശ്രവസിൻ്റെ നിറം എന്താണ്? നിനക്ക് പെട്ടെന്ന് പറയാൻ കഴിയുമോ എങ്കിൽ പെട്ടെന്ന് ഉത്തരം പറയൂ. വിനത പറഞ്ഞു, ആ അശ്വരാജൻ്റെ നിറം വെളുപ്പ് തന്നെ. നീയും പറയൂ എന്താണെന്ന്. വേണമെങ്കിൽ പന്തയം വയ്ക്കാൻ ഞാൻ തയ്യാറാണ്. കദ്രു പറഞ്ഞു, ഉച്ചൈശ്രവസിൻ്റെ വാൽ കറുത്തിട്ടാണ്. നീ ദാസ്യം പന്തയം വയ്ക്കാൻ തയ്യാറാണെങ്കിൽ വാതുവയ്ക്കാൻ ഞാനും തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. ഉഗ്രശ്രവസ് പറഞ്ഞു, കുതിരയുടെ നിറം വെളുപ്പായതിനാൽ വിനിത പന്തയം ഏറ്റു. പരസ്പര ദാസ്യം ഇരുവരും പന്തയമായി വെച്ചു. അടുത്ത ദിവസം പരീക്ഷിച്ചറിയാമെന്നും ഇരുവരും തീരുമാനിച്ചു. വിനതയെ ചതിക്കണമെന്ന ചിന്തയായിരുന്നു കദ്രുവിന്. കദ്രു തൻ്റെ 1000 മക്കളെ പുത്രന്മാരെ അടുത്ത് വിളിച്ചു. മക്കളെ, നിങ്ങൾ പോയി ഉച്ചൈശ്രവസിൻ്റെ വാലിൽ കറുത്ത ഗ്രോമങ്ങളായി പ്രവേശിക്കുവിൻ. അല്ലാത്ത പക്ഷം ഞാൻ വിനതയുടെ ദാസിയായി തീരുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ അമ്മയെ സഹായിക്കണം. സർപ്പങ്ങൾ അമ്മയുടെ വാക്ക് കേട്ടില്ല. കോപത്തോടെ കദ്രു സർപ്പങ്ങളെ ശപിച്ചു. പാപികളായ മക്കളെ, മഹാത്മാവായ ജനമേജയൻ്റെ സർപ്പസത്രം ചെയ്യുമ്പോൾ ആ അഗ്നിയിൽ വീണ് പൊരിഞ്ഞു ദഹിക്കട്ടെ എല്ലാവരും. കദ്രുവിൻ്റെ ഈ ശാപത്തെ ബ്രഹ്മാവും പിന്താങ്ങി. എന്തെന്നാൽ വിഷസർപ്പങ്ങൾ വർദ്ധിക്കുന്നത് ലോകത്തിനു തന്നെ നാശമാണ്. അതിനാൽ ബ്രഹ്മാവ് കദ്രുവിനെ വിളിച്ച് ആ ശാപം കൊടുത്തതിന് അനുമോദിച്ചു. എന്നാൽ പുത്രന്മാർക്കേറ്റ ശാപത്തിൽ പിതാവായ കശ്യപന് ദുഃഖമുണ്ടായി. അത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് കശ്യപനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കദ്രുവിൻ്റെ ശാപം ലോക നന്മയ്ക്കാണ്. നീ അതിൽ വിഷമിക്കരുത്. ഈ സംഭവം ഞാൻ മുൻപേ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ സംഭവിക്കും. വിഷം തീണ്ടുന്നവരെ രക്ഷിക്കാനുള്ള മന്ത്രവിദ്യ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് കശ്യപന് വിഷസംഹാരവിദ്യ ഉപദേശിച്ചു കൊടുത്തു. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ വിനതയും കദ്രുവും ഉച്ചൈശ്രവസിനെ കാണുവാൻ പുറപ്പെട്ടു. ഒരു കടൽക്കരയിൽ വെച്ച് അവർ ഉച്ചൈശ്രവസിനെ കണ്ടു. ഇരുവരും അടുത്തു ചെന്ന്
കുതിരയെ പരിശോധിച്ചു. ഇതിനിടയിൽ അമ്മയുടെ ശാപം ഭയപ്പെട്ട ചില നാഗങ്ങൾ കറുത്ത നൂൽ കണക്കെ ഉച്ചൈശ്രവസിൻ്റെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നിരുന്നു. അമ്മ പ്രസാദിച്ചാൽ ശാപം തീരുമെന്ന് നാഗങ്ങൾ ചിന്തിച്ചതിനാലാണ് അങ്ങനെ ചെയ്തത്. കുതിരയെ പരിശോധിച്ചപ്പോൾ ഉച്ചൈശ്രവസിൻ്റെ വാലിൽ കറുത്ത രോമങ്ങൾ കണ്ടെത്തി. പന്തയത്തിൽ കദ്രു വിജയിച്ചു. അങ്ങനെ വിനത കദ്രുവിൻ്റെ ദാസിയായി മാറി. പിന്നീടാണ് ഗരുഡൻ ജനിച്ചതും ഈ പന്തയമൊന്നും അവൻ അറിഞ്ഞിരുന്നതുമില്ല. 500 വർഷമാണ് ദാസ്യം. കാലങ്ങൾ കടന്നുപോയി. മുട്ട പൊട്ടി അമ്മയുടെ സഹായം കൂടാതെ തന്നെ ഗരുഡൻ പുറത്തു വന്നു. അവൻ അഗ്നിപ്രഭയോടെ ശോഭിച്ചു. കണ്ണുകൾ ചലിക്കുന്ന ഇടിവാൾ പോലെ മിന്നി. പ്രളയാഗ്നി തുല്യമായ പ്രഭയോടെ അവൻ വളർന്ന് ആകാശം പിളർന്നുയർന്നു പറന്നു. ഒരഗ്നി പോലെ ഉയരുന്ന അവനെ കണ്ട് ദേവന്മാർ അഗ്നിദേവനെ ശരണം പ്രാപിച്ചു. ഹേ അഗ്നിദേവ, ഭവാൻ ഇങ്ങനെ വളരല്ലേ, അടങ്ങിയാലും ലോകമെല്ലാം വെന്തുപോകും, അങ്ങ് ശമിച്ചാലും. അപ്പോൾ അഗ്നി പറഞ്ഞു, അത് എൻ്റെ പ്രഭാവമല്ല, എന്നെപ്പോലെ തേജസ്സുള്ള ഗരുഡനാണ്. ഇന്നു പിറന്ന വിനതാനന്ദനാണവൻ. അവൻ്റെ തേജസ് കൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കുകയാണ്. കശ്യപപുത്രനായ ഇവൻ സർപ്പങ്ങൾക്ക് നാശം വരുത്തുന്നവനും ബലവാനുമാണ്. നിങ്ങൾ പേടിക്കണ്ട. ദേവന്മാരുടെ ഭയം വിട്ടൊഴിഞ്ഞു. അവർ ഗരുഡനെ സ്തുതിച്ചു. ആ സ്തുതി കേട്ട് ഗരുഡൻ തൻ്റെ പ്രഭാവം ചെറുതാക്കി. ദേവകൾക്ക് സന്തോഷമായി. പിന്നെ ഗരുഡൻ സൂര്യൻ്റെ കൊട്ടാരത്തിലെത്തി. ജ്യേഷ്ഠനായ അരുണനെ കണ്ടു. അവനെ തൻ്റെ പുറത്തിരുത്തി അമ്മയുടെ അരികിലെത്തി. മക്കളെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. പിന്നെ അരുണൻ സൂര്യൻ്റെ ആവരണമാകാൻ ആകാശത്തിലേക്ക് ഉയർന്നു. ഒരിക്കൽ ഗരുഡൻ അടുത്തു നിൽക്കുന്ന സമയത്ത് കദ്രു വിനതയുടെ അടുത്തു വന്ന് ആജ്ഞാപിക്കും പോലെ പറഞ്ഞു, വിനതേ, നാഗലോകം എത്ര മനോഹരമാണ്. കടലിൻ്റെ ഉള്ളിലുള്ള ആ ലോകത്തിലേക്ക് എന്നെ ഉടൻ കൊണ്ടുപോകുക. വിനത കദ്രുവിനെ എടുത്തു. അമ്മ പറഞ്ഞതുകൊണ്ട് ഗരുഡൻ നാഗങ്ങളെയും എടുത്തു. ഗരുഡൻ സൂര്യ ഭഗവാനു നേരെ ഉയർന്നു പറന്നു. സൂര്യൻ്റെ ചൂടേറ്റ് സർപ്പങ്ങൾ വാടിത്തളർന്നു. പുത്രന്മാരുടെ അവസ്ഥ കണ്ട് കദ്രു ഇന്ദ്രനെ സ്തുതിച്ചു. ഇന്ദ്രൻ ഉടനെ മഴ പെയ്യിച്ചു. നാഗങ്ങൾക്ക് സന്തോഷമായി. പിന്നെ അമ്മയോടുകൂടിയ സർപ്പങ്ങൾ രമണീയമായ ആ ദ്വീപിലേക്ക് എത്തി. വിശ്വകർമാവ് തീർത്ത മകരാലയമായ ആ മനോഹര ദ്വീപിൽ ലവണാസുരനെ അവർ കണ്ടു. ഗരുഡൻ വഹിച്ചുകൊണ്ടുപോകുന്ന നാഗങ്ങൾ അവിടെയുള്ള കാനനങ്ങൾ കണ്ടു. ആ ദ്വീപ് കടലിനാൽ ചുറ്റപ്പെട്ടതായി മുകളിൽ നിന്നും കണ്ടു. മനോഹരമായ വിവിധ ദൃശ്യങ്ങളും അവർ കണ്ടു. അപ്പോൾ നാഗങ്ങൾ ഗരുഡനോട് പറഞ്ഞു, ഹേ ഗരുഡ, നീ ഇനി മനോഹരമായ മറ്റു ദ്വീപുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുക. നീ പലതും കണ്ടവനാണല്ലോ. ഈ ആജ്ഞ ഗരുഡന് തീരെ ഇഷ്ടമായില്ല. അവൻ അമ്മയോട് രഹസ്യമായി പറഞ്ഞു, ഇവർ തന്നോട് ആജ്ഞാപിക്കുന്നതിൻ്റെ കാരണമെന്താണമ്മേ? വിനത ഉണ്ടായ സംഭവങ്ങൾ ഗരുഡനോട് പറഞ്ഞു. അമ്മയ്ക്ക് വന്നു ചേർന്ന അപമാനത്തിൽ അവൻ ദുഃഖിച്ചു. അമ്മയെ ഈ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഗരുഡൻ തീരുമാനിച്ചു. അവൻ നാഗങ്ങളോട് ചോദിച്ചു, എന്തു കൊണ്ടുവന്നാലാണ്, എന്ത് അറിഞ്ഞു വന്നാലാണ്, എന്തു പരിശ്രമം ചെയ്താലാണ് ഈ ദാസ്യം നിങ്ങൾ ഒഴിവാക്കുക? പറയൂ നിങ്ങൾ. ഇപ്രകാരം ഗരുഡൻ ചോദിച്ചപ്പോൾ, നീ നിന്റെ ഓജസ് കൊണ്ട് ഞങ്ങൾക്ക് അമൃതം കൊണ്ടു തരിക, എന്നാൽ നിങ്ങളെ ദാസ്യത്തിൽ നിന്നും ഒഴിവാക്കിത്തരാം.
ഇതു കേട്ട് ഗരുഡൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമൃത് കൊണ്ടുവരാൻ പോവുകയാണ്. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരണം. അപ്പോൾ വിനത പറഞ്ഞു, സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു രാക്ഷസ മന്ദിരമുണ്ട്. അവിടെ ചെന്ന് അനേകായിരം രാക്ഷസന്മാരെ പിടിച്ചു നിന്ന് വിശപ്പടക്കി അമൃത് കൊണ്ടുവരാൻ പോവുക. എന്നാൽ നീ ബ്രാഹ്മണരെ കൊല്ലരുത്. ഗരുഡൻ ചോദിച്ചു, ബ്രാഹ്മണരെ ലക്ഷണം കൊണ്ട് എങ്ങനെ തിരിച്ചറിയും? വിനത പറഞ്ഞു, ചൂണ്ടൽ വിഴുങ്ങുന്ന മാതിരി കണ്ടത്തിലെത്തിയാൽ പൊള്ളുന്നവനാണ് ബ്രാഹ്മണൻ. കോപിച്ചാലും അവനെ കൊല്ലരുത്. തിന്നാൽ കുക്ഷിയിൽ ദഹിക്കാതെ കിടക്കും. അത് ബ്രാഹ്മണനാണെന്ന് നീ അറിയണം. വിനത മകനെ അനുഗ്രഹിച്ച് അയച്ചു. ചിറകു വിരിച്ച് ആകാശത്തിലൂടെ അവൻ പറന്നു. അമ്മ പറഞ്ഞ ആ ദ്വീപിൽ പറന്നെത്തി. അവിടെയുള്ള രാക്ഷസന്മാരെ പിടിച്ചു തിന്ന് വിശപ്പടക്കി. തൻ്റെ വയറ്റിൽ പെട്ടുപോയ ബ്രാഹ്മണനെയും അസുരഭാര്യയെയും പുറത്തു പോകാൻ അനുവദിച്ചിട്ട് ഗരുഡൻ ആകാശത്തേക്ക് ഉയർന്നു പറന്നു. പോകുന്ന പോക്കിൽ അച്ഛനായ കശ്യപനെ കണ്ടു. അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്നു. അച്ഛനായ കശ്യപൻ അവനോട് കുശലം ചോദിച്ചു. മകനെ, നിനക്ക് സുഖം തന്നെയല്ലേ? അതുപോലെ നിന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സുഖമല്ലേ? നിനക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ? അപ്പോൾ ഗരുഡൻ പറഞ്ഞു, അമ്മയ്ക്കും സഹോദരനും സുഖം തന്നെ. പക്ഷേ ധാരാളം ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് എനിക്ക് തീരെ സുഖമില്ല. അച്ഛാ, നാഗങ്ങൾ എന്നെ അമൃതനായി അയച്ചിരിക്കുകയാണ്. അമ്മയുടെ ദാസ്യം ഇല്ലാതാക്കാൻ ഞാൻ അമൃത് കൊണ്ടുവരും. അമ്മയുടെ കൽപ്പന പ്രകാരം ധാരാളം നിഷാദന്മാരെ തിന്നെങ്കിലും എനിക്ക് വിശപ്പ് ശമിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ തിന്നാൻ ഭക്ഷണം തന്നാലും. അമൃത് കൈക്കലാക്കണമെങ്കിൽ ശക്തി വേണമല്ലോ. എനിക്കിപ്പോഴും വിശപ്പും ദാഹവുമുണ്ട്. അച്ഛൻ എനിക്ക് ഭക്ഷണം തന്നാലും. കശ്യപൻ മകനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു, നീ ആ തടാകം കാണുന്നില്ലേ? അത് മഹാപുണ്യമായതും സ്വർഗത്തിൽ പോലും പേരുകേട്ടതുമാണ്. ആ തടാകത്തിൽ ഒരു ആമയും ഒരു ആനയും ഉണ്ട്. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. അവർ ശക്തരുമാണ്. അവർ തമ്മിലുള്ള വൈരത്തിൻ്റെ കഥ ഞാൻ നിന്നോട് പറയാം. അവരുടെ വലിപ്പത്തെപ്പറ്റിയും പറയാം. നീ അത് ശ്രദ്ധിച്ച് കേൾക്കുക. പണ്ട് മഹാശുണ്ഠിക്കാരനായ വിഭാവസു എന്നു പേരായ ഒരു മുനിയുണ്ടായിരുന്നു. അവന് സുപ്രതീകൻ എന്നു പേരായ ഒരു അനുജനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും സ്വത്ത് മൂത്തവനായ വിഭാവസു കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. അത് അനുജൻ സുപ്രതീകന് സഹിച്ചില്ല. സ്വത്ത് ഭാഗം വയ്ക്കണമെന്ന് അവൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ജ്യേഷ്ഠൻ പറഞ്ഞു, സ്വത്തുഭാഗം വയ്ക്കാൻ പലരും ആഗ്രഹിക്കുന്നു, എന്നാൽ അതു നല്ലതിനല്ല. സ്വത്തുമോഹം കാരണം പരസ്പരം കലഹിക്കാൻ ഇടയാവും. സ്വന്തം മുതൽ കിട്ടിയാൽ കുഴപ്പമുണ്ടാക്കാൻ പലരും വന്നുകൂടും. പിന്നെ ശത്രുക്കൾ കലഹത്തിന് വഴിയുണ്ടാക്കും. ശത്രുക്കൾ രണ്ടു ഭാഗത്തും കൂടി രണ്ടുപേരുടെയും സ്വത്തുക്കൾ നശിപ്പിക്കും. അതുകൊണ്ട് സ്വത്തു ഭാഗിക്കുന്നത് നന്നല്ല. സജ്ജനങ്ങൾക്ക് അതിഷ്ടപ്പെടില്ല. ജ്യേഷ്ഠൻ്റെ ഈ വാദം അനുജന് ഇഷ്ടമായില്ല. അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തർക്കം വലുതായപ്പോൾ ജ്യേഷ്ഠൻ അനുജനെ ശപിച്ചു. ഗുരുജനഹിതത്തിനായും സജ്ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാതെയും കലഹിക്കുന്ന നീ മര്യാദയില്ലാത്തവനാണ്. ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നീ സമ്പത്ത് കൊതിക്കുന്നത് കാരണം ദുഷ്ടനായ ആനയായി തീരട്ടെ. ഇപ്രകാരം ശാപമേറ്റ അനുജൻ സുപ്രതീകൻ ജ്യേഷ്ഠനെയും ശപിച്ചു. നീ വെള്ളത്തിനുള്ളിൽ ജീവിക്കുന്ന ആമയാകട്ടെ. ഇങ്ങനെ കോപം മൂലം തമ്മിൽ ശപിച്ച ജ്യേഷ്ഠനും അനുജനും ആമയും ആനയുമായി. ധനത്തിനോടുള്ള ആർത്തിയാണ് അവരെ ഇത്തരത്തിലാക്കിയത്. അവർ രണ്ടുപേരും ആ തടാകത്തിലുണ്ട്.
ആനയുടെ ശബ്ദം കേട്ടാൽ ആമ സരസ് കലക്കി മറിക്കും. ആമയെ കണ്ടാൽ ആന വെള്ളത്തിലേക്ക് ചാടിക്കൊണ്ടു തുമ്പിക്കൈ ഉപയോഗിച്ച് തടാകം ഇളക്കി മറിക്കും. ഉടനെ ആമയും അവൻ്റെ നേരെ പാഞ്ഞടുക്കും. ഇത് നിത്യവും നടക്കുന്നതാണ്. ഞാൻ അവരുടെ വലിപ്പം പറയാൻ മകനെ, നീ ശ്രദ്ധിച്ചു കേൾക്കൂ. 6 യോജന പൊക്കം, 12 യോജന നീളം, ഇതാണ് ആനയുടെ വിസ്താരം. 10 യോജന ചുറ്റളവ്, 3 യോജന പൊക്കം, ഇതാണ് ആമയുടെ വിസ്താരം. അത്രയ്ക്ക് വലുതാണ് ഈ ആനയും ആമയും. അവർ പരസ്പരം യുദ്ധം ചെയ്ത് ചാവാനൊരുങ്ങി നിൽക്കുകയാണ്. അവരെ നീ പിടിച്ചു തിന്നുക, നിനക്ക് വിശപ്പ് മാറും. അവരെ ഭക്ഷിച്ചിട്ട് നീ അമൃത് കൊണ്ടുവരാൻ പോവുക. ദേവകളുമായി നേരിടുമ്പോൾ നിനക്ക് ജയമുണ്ടാകുമെന്ന് അച്ഛൻ കശ്യപൻ ഗരുഡനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അച്ഛൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഗരുഡൻ ആ സരസിനടുത്തേക്ക് പറന്നുപോയി. ശുദ്ധജലം നിറഞ്ഞതും പക്ഷികൾ പാറിപ്പറക്കുന്നതുമായ ആ തടാകക്കരയിൽ ഗരുഡൻ പറന്നെത്തി. അച്ഛൻ്റെ കൽപ്പനയോർത്ത് ഒരു കാലുകൊണ്ട് ആനയെയും മറ്റേ കാലുകൊണ്ട് ആമയെയും കോർത്തെടുത്ത് ഗരുഡൻ പറന്നു ആകാശത്തേക്കുയർന്നു. അവൻ പറന്ന് പറന്ന് സ്വർഗത്തിലെ പാരിജാത വൃക്ഷത്തിൽ ചെന്നിരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ ചിറകടിയിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി. ഗരുഡൻ പറന്നു വരുന്നത് കണ്ട് ആ ദേവവൃക്ഷങ്ങൾ ഞങ്ങളെ തകർക്കല്ലേ എന്ന് നിലവിളിച്ചു. അത് കേട്ട ഗരുഡൻ പറന്നുയർന്നു. ഈ ആമയെയും ആനയെയും എവിടെ വെച്ച് തിന്നുമെന്ന് വിചാരിച്ച് പറന്നുകൊണ്ട് അവൻ ചുറ്റും നോക്കി. ഒടുവിൽ ഒരു വടവൃക്ഷത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ വൃക്ഷം പറഞ്ഞു, ഹേ ഗരുഡ, നീ എൻ്റെ ശിഖരത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. 100 യോജന വിസ്തീർണമാണ് എൻ്റെ കൊമ്പുകൾക്ക്. അനവധി പക്ഷികൾ താമസിക്കുന്ന ആ വൃക്ഷത്തിൽ ഒരു മഹാപർവ്വതം വന്നിരിക്കുന്നത് പോലെ ഗരുഡൻ ചെന്നിരുന്നു. പെട്ടെന്ന് തന്നെ ഗരുഡൻ ഇരുന്ന ആ കൊമ്പ് ഒടിഞ്ഞു വീഴാൻ ഭാവിക്കുന്ന ആ കൊമ്പ് ഉടനെ ഗരുഡൻ ചുണ്ടുകൊണ്ട് താങ്ങിപ്പിടിച്ച് അന്തരീക്ഷത്തിൽ പറന്നു നിന്നു. അവൻ നോക്കിയപ്പോൾ ആ കൊമ്പിൻ്റെ പൊത്തുകളിലും ചില്ലകളിലും തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ബാലഖില്യന്മാരെ കണ്ടു. ബാലഖില്യരെന്ന സന്യാസിമാരെ കണ്ടു. ഉഗ്രതാപസന്മാരായ കുള്ളന്മാരായ സന്യാസിമാരാണ് ബാലഖില്യന്മാർ. കൊമ്പ് താഴെ വീണാൽ ആ സന്യാസിമാർ കൊല്ലപ്പെടുമെന്ന് കണ്ട് തൻ്റെ കൊക്കിൽ താങ്ങിയെടുത്ത് ആ കൊമ്പ് താങ്ങിപ്പിടിച്ച് കാലുകളിൽ ആനയെയുമായി അവൻ ആകാശത്തിലേക്കുയർന്നു. അതിസാഹസികമായി വലിയ ഭാരം താങ്ങി പറക്കുന്ന അവനെ കണ്ട് മുനിമാർ പറഞ്ഞു, ഗുരുവായ ഭാരം ഏന്തി ഡയനം ചെയ്യുന്നതിനാൽ ഇവൻ ഗരുഡനാണ്. അന്നു മുതൽ പക്ഷിപ്രവരനായ ഭുജംഗഭോജൻ ഗരുഡൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ബാലഖില്യർക്ക് രക്ഷ നൽകാൻ പറ്റിയ ഇടം കിട്ടാതെ അവരെയും കൊണ്ട് അവൻ പറന്നു നടന്നു. ഒടുവിൽ ഗന്ധമാദന പർവ്വതത്തിൽ ചെന്നിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പർവ്വതത്തിൽ തപസ്സിലേർപ്പെട്ടിരിക്കുന്ന അച്ഛൻ കശ്യപനെ ഗരുഡൻ അവിടെ കണ്ടു. കശ്യപനും പുത്രനെ കണ്ട് അത്ഭുതപ്പെട്ടു. കശ്യപൻ പറഞ്ഞു, ഹേ പുത്ര, സാഹസം മതി. ബാലനായ നിന്നെ ബാലഖില്യന്മാർ ശപിക്കാതിരിക്കട്ടെ. കത്തിക്കാളുന്ന തപശക്തിയുള്ള ബാലഖില്യന്മാരെ നോക്കി കശ്യപൻ പറഞ്ഞു, ഹേ മുനീന്ദ്രന്മാരെ, എൻ്റെ മകൻ്റെ സാഹസം പൊറുത്താലും പ്രജാക്ഷേമത്തിന് വേണ്ടിയാണ് ഗരുഡൻ ഇപ്രകാരം ചെയ്യുന്നത്. അവനെ ഈ മഹാകർമ്മത്തിന് നിങ്ങൾ അനുവദിച്ചാലും. കശ്യപൻ്റെ വാക്കുകേട്ട് ബാലഖില്യന്മാർ ശാന്തരായി കൊമ്പിൽ നിന്നും പിടിവിട്ട് ഹിമാലയത്തിലേക്ക് പോയി. ഗരുഡൻ അച്ഛനെ നോക്കി പറഞ്ഞു, അച്ഛാ, ഈ വലിയ കൊമ്പ് ഞാൻ എവിടെ കളയണം?
മനുഷ്യരില്ലാത്ത ഒരിടം പറഞ്ഞു തന്നാലും. അച്ഛൻ പറഞ്ഞതനുസരിച്ച് മഞ്ഞു മൂടിക്കിടക്കുന്നതും മനുഷ്യവാസമില്ലാത്തതുമായ മഹാപർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഗരുഡൻ ആ മരക്കൊമ്പും ആനയും ആമയുമായി പറന്നു ചെന്നു. മരക്കൊമ്പ് അവിടെ ഉപേക്ഷിച്ചു. അവൻ്റെ കാറ്റടിയേറ്റ് പർവ്വതം ഒന്ന് ഉലയുന്നതുപോലെയായി. ആ മലയിടുക്കിൽ ആമയെയും ആനയെയും കൊണ്ടുവന്ന് വെച്ച് ബലമായ ചുണ്ടുകൊണ്ട് കൊത്തി വലിച്ച് രണ്ടിനെയും ഭക്ഷിച്ച് തൃപ്തനായി അവൻ ആകാശത്തേക്ക് പറന്ന് ഉയർന്നു. അവൻ പറന്നപ്പോൾ തന്നെ ദേവലോകത്ത് ദുശകനങ്ങൾ കണ്ടു തുടങ്ങി. ദേവേന്ദ്രൻ്റെ വജ്രായുധം ഭയത്തോടെ നിന്ന് ജ്വലിച്ചു. പുകഞ്ഞെരിഞ്ഞ് പകൽ സമയത്തും കൊള്ളിമീനുകൾ ചാടി. വസുക്കൾ, രുദ്രന്മാർ, ആദിത്യന്മാർ എന്നിവർക്കും മരുത്തുക്കൾ, സാധ്യന്മാർ, മറ്റ് വിഭുതന്മാർക്കും ഉള്ള ആയുധങ്ങൾ അന്യോന്യം പോരാടി തുടങ്ങി. ദേവാസുര യുദ്ധത്തിൽ പോലും ഇത്രയും ഭയാനകത്വം ഉണ്ടായിട്ടില്ല. ഭയങ്കരമായ കൊടുങ്കാറ്റും ഉൽപ്പാദങ്ങളും ഉണ്ടായി. കാറ്റില്ലാതെയും ആകാശത്ത് ഇടിമുഴങ്ങി. ദേവകളുടെ ദേവൻ രക്തവർഷം പൊഴിച്ചു. പൂക്കൾ വാടി ദേവന്മാരുടെ ശോഭ കുറഞ്ഞു. പൊടിപടലങ്ങൾ പൊങ്ങി അവരുടെ മുടിയാകെ മൂടി. പേടിച്ച് ദേവകൾ ഇന്ദ്രൻ്റെ അടുത്തെത്തി. ഇന്ദ്രനും ഭയമായി. അദ്ദേഹം ദേവകളോടുകൂടി ബൃഹസ്പതിയെ കണ്ടു. അല്ലയോ ഭഗവാനെ, എന്താണ് ഈ ദുർനിമിത്തങ്ങൾ നടക്കുന്നത്? നമ്മെ തോൽപ്പിക്കുന്ന ശത്രുക്കളെയൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇന്ദ്രൻ ആവലാതി പറഞ്ഞു. ബൃഹസ്പതി പറഞ്ഞു, ദേവേന്ദ്ര, നിന്റെ തെറ്റുകൊണ്ട്, ബാലഖില്യന്മാരുടെ തപോബലം കൊണ്ട് കശ്യപന് വിനതയിൽ ഗരുഡൻ എന്ന പുത്രൻ ജനിച്ചു. അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. അമൃത് കൊണ്ടുപോകാനാണ് അവൻ വരുന്നത്. അവൻ അതിൽ സമർത്ഥനാണ്. ഏത് അസാധ്യകാര്യവും ചെയ്യാൻ അവൻ ശക്തനാണ്. ബൃഹസ്പതിയുടെ വാക്കുകേട്ട് ദേവേന്ദ്രൻ ഭയന്നു. അവൻ കാവൽക്കാരോട് പറഞ്ഞു, ബലവാനായ പക്ഷീന്ദ്രൻ അമൃത് കൈക്കലാക്കുവാൻ വരുന്നുണ്ട്. അവനെ തടയണം. നിങ്ങൾ കരുതിയിരിക്കുക. ശക്തനാണവൻ. അവനത് കൊണ്ടുപോകരുത്. ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ ജാഗരൂകരായി. അമൃതിനു ചുറ്റും അവർ ആയുധമേന്തി നിന്നു. കയ്യിൽ വജ്രായുധവുമായി ഇന്ദ്രനും നിന്നു. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉഗ്രശ്രവസ്സിനോട് ശൗനകാദി മുനി ചോദിച്ചു, ഹേ സൂതപുത്ര, എന്തു തെറ്റാണ് ഇന്ദ്രൻ ബാലഖില്യരോട് ചെയ്തത്? ഗരുഡോത്ഭവം എങ്ങനെ സംഭവിച്ചു? കശ്യപന് ഈ പക്ഷി എങ്ങനെ പുത്രനായി? പുരാണത്തിൽ പറഞ്ഞ കഥയാണെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉഗ്രശ്രവസ് പറഞ്ഞു, ഈ കഥകളൊക്കെ പുരാണങ്ങളിൽ ഉള്ളതാണ്. എല്ലാം നിങ്ങളോട് ചുരുക്കി പറയാം. പുത്രന്മാരെ ലഭിക്കാനായി യജ്ഞം ചെയ്തിരുന്ന കശ്യപന് സഹായത്തിനായി ഋഷിമാരും ഗന്ധർവന്മാരും ദേവകളും എത്തിയിരുന്നു. യാഗഹോമത്തിനുള്ള വിറക് കൊണ്ടുവരുവാൻ ഇന്ദ്രനെയും ദേവകളെയും ബാലഖില്യരെയും വിട്ടു. ഇന്ദ്രൻ മല പോലെ വിറക് കൊണ്ടുവന്നു. അത് കൊണ്ടുപോരുമ്പോൾ പെരുവിരലിനോളം വലിപ്പമുള്ള ബാലഖില്യന്മാർ വിറകിൻ്റെ ചെത്തുപൂളുകളും തലയിൽ വെച്ചു കൊണ്ടുപോകുന്നത് ഇന്ദ്രൻ കണ്ടു. ആ ബാലഖില്യ മഹർഷിമാർ നിരാഹാരരായി ഭാരവും ചുമന്നു പോകുമ്പോൾ ഒരു പശുവിൻ്റെ കുളമ്പ് പതിഞ്ഞ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. വിരലിനോളം പൊക്കമുള്ള അവർക്ക് അതൊരു തടാകം പോലെയായിരുന്നു. അവർ അതിൽ വീണു. അവരെ കണ്ട് ഇന്ദ്രൻ പരിഹസിച്ചു ചിരിച്ചു. അവരെ പിടിച്ചു കയറ്റാൻ നിൽക്കാതെ കളിയാക്കി ചിരിച്ച് ഇന്ദ്രൻ കടന്നുപോയി. ഇന്ദ്രൻ്റെ ഈ പ്രവൃത്തി കണ്ട് മഹർഷിമാർക്ക് കോപവും ദുഃഖവും ഉണ്ടായി. അവർ പിന്നെ ഇന്ദ്രനെ ഭയപ്പെടുത്തുവാനായി മഹാകർമ്മം ആരംഭിച്ചു. അവർ യഥാവിധി ഹോമം തുടങ്ങി. വലിയ മന്ത്രങ്ങൾ ചൊല്ലി. ഇന്ദ്രന് ഭയമുണ്ടാക്കുന്ന വിധത്തിൽ
മറ്റൊരു ഇന്ദ്രനെ ഉണ്ടാക്കണമെന്നാണ് ആ ബാലഖില്യൻ മഹർഷിമാരുടെ മനസ്സിലിരിപ്പ്. അവർ അതിനായി പ്രാർത്ഥിച്ചു. ഈ വിവരം ഇന്ദ്രൻ അറിഞ്ഞു. ഇനി എന്തു ചെയ്യും? അദ്ദേഹം കശ്യപനെ ശരണം പ്രാപിച്ചു. ഇന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം കശ്യപൻ യാഗം നടത്തുന്നിടത്ത് ചെന്നു. അദ്ദേഹം ബാലഖില്യരെ സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മാവ് ശക്രനെ 3 ലോകത്തിനും ഇന്ദ്രനായി നിശ്ചയിച്ചിരിക്കെ മറ്റൊരു ഇന്ദ്രനു വേണ്ടി ആഗ്രഹിക്കുന്നത് ശരിയാണോ? ബ്രഹ്മകൽപ്പനയെ വെറുതെയാകുവാൻ ശ്രമിക്കുകയാണോ? നിങ്ങൾ സങ്കല്പിച്ചു ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും വെറുതെയാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവൻ പക്ഷികൾക്കൊക്കെ ഇന്ദ്രനായി വരട്ടെ. ദേവരാജാവ് ഇന്ദ്രനെ നിങ്ങൾ ഇനി ഉപദ്രവിക്കരുത്. ഇതു കേട്ട് ബാലഖില്യർ കശ്യപനോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടി മറ്റൊരു ഇന്ദ്രനു വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഭവാൻ പുത്രലാഭത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയാണല്ലോ. ഈ കർമ്മം സഫലമാകുമാറ് അങ്ങ് അത് ഏറ്റുവാങ്ങിയാലും. ഉഗ്രശവസ് പറഞ്ഞു, ഇക്കാലത്ത് ദക്ഷപുത്രിയായ വിനത പുത്രനെ ആഗ്രഹിച്ച് വ്രതം അനുഷ്ഠിച്ച് പുംസവനത്തിൽ ഭർത്താവ് കശ്യപനോടൊത്ത് ഇരിക്കുമ്പോൾ കശ്യപൻ പറഞ്ഞു, ദേവി, നിന്റെ ആഗ്രഹം നടക്കും. നീ വീരന്മാരായ 2 പുത്രന്മാരെ പ്രസവിക്കും. അവർ ഭുവനേശ്വരന്മാരായി തീരും. ബാലഖില്യരുടെ തപസ് കൊണ്ടും എൻ്റെ സങ്കല്പം കൊണ്ടും ഈ പറഞ്ഞത് നിശ്ചയമായി സംഭവിക്കും. നിനക്കു ജനിക്കുന്ന പുത്രൻ സർവപൂജിതനായി തീരും. ഒരുവൻ പക്ഷികൾക്ക് ഇന്ദ്രനായി ഭവിക്കും. പിന്നെ പ്രജാപതി ഇന്ദ്രനോട് പറഞ്ഞു, വീര്യവാനായ ഈ പുത്രൻ നിന്റെ സഹോദരന്മാരാണ്. അവർ നിനക്ക് തുണയായി ഭവിക്കും. അവൻ മൂലം ഹേ വാസവ, നിനക്ക് ദോഷമൊന്നും ഭവിക്കുന്നതല്ല. നിന്റെ ദുഃഖം വെടിയുക. തീർച്ചയായും അങ്ങുതന്നെയാണ് ദേവേന്ദ്രൻ. ഇനി ഭവാൻ സജ്ജനങ്ങളെ പരിഹസിക്കരുത്. ബ്രഹ്മാവിൽ നിന്ന് ഇത്തരം വാക്ക് കേട്ടപ്പോൾ ഇന്ദ്രൻ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. കാലാന്തരത്തിൽ വിനതയ്ക്ക് 2 പുത്രന്മാരുണ്ടായി, അരുണൻ, ഗരുഡൻ. അരുണൻ വികലനായി സൂര്യൻ്റെ സാരഥിയായി മാറി. ഗരുഡൻ പക്ഷികൾക്ക് ഇന്ദ്രനായി. ഉഗ്രശ്രവസ് പറഞ്ഞു, ആ പക്ഷീന്ദ്രനാണ് അമൃത് കൈക്കലാക്കാൻ എത്തിയിരിക്കുന്നത്. എതിർത്ത് തോൽപ്പിക്കാൻ ഇന്ദ്രനടക്കം ദേവന്മാർ സജ്ജരായി നിന്നു. അതിഭയങ്കരമായ രൂപം പ്രാപിച്ച് വിശ്വകർമാവാണ് ഇപ്പോൾ അമൃതിന് കാവലെന്ന് ഗരുഡൻ കണ്ടു. ഗരുഡനുമായി ദേവകൾ പോരാട്ടം തുടങ്ങി. ചിറകുകൊണ്ടടിച്ചും കൊക്കുകൊണ്ട് കൊത്തിയും ഏറെ നേരം പോരാടിയപ്പോൾ വിശ്വകർമാവ് ക്ഷീണിച്ചു വീണു. വിസ്തൃതമായ ഗരുഡൻ്റെ ചിറക് ആഞ്ഞടിച്ചപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. പൊടിപടലങ്ങൾ ഇളകി. പൊടിയിൽപ്പെട്ട് ദേവസൈന്യം വലഞ്ഞു. അമൃത് കാക്കുന്നവർക്ക് കണ്ണു കാണാതായി. പക്ഷി എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദേവലോകം ആ പക്ഷീന്ദ്രൻ ഇരുട്ടിലാക്കി ഇളക്കി മറിച്ചു. കാൽനഖം കൊണ്ടുള്ള പ്രഹരമേറ്റ് ദേവകളുടെ ദേഹമാസകലം കീറിപ്പൊളിഞ്ഞു. അപ്പോൾ വായുദേവനോട് ഇന്ദ്രൻ പറഞ്ഞു, ഹേ മാരുതേ, ഈ പൊടിപടലം മാറ്റുക. അത് അങ്ങയുടെ കർത്തവ്യമാണ്. അതു കേട്ട് ഉടനെ വായു ഭഗവാൻ പൊടിപടലങ്ങൾ ദൂരേക്ക് വലിച്ചു കളഞ്ഞു. ആകാശം തെളിഞ്ഞു. അപ്പോൾ ദേവന്മാർ ആ പക്ഷീന്ദ്രനെ ആയുധങ്ങൾ കൊണ്ട് മർദ്ദിക്കാൻ തുടങ്ങി. ദേവന്മാരിൽ നിന്നും മർദ്ദനമേറ്റപ്പോൾ ഗരുഡൻ കാളമേഘം പോലെ ഉഗ്രമായി അലറി. ലോകം കിടിലം കൊണ്ടു. അവൻ മേൽപോട്ട് ഉയർന്നു. ദേവകൾ ശരവർഷം അവൻ്റെ നേരെ വിട്ടു. എന്നാൽ ആ പക്ഷീന്ദ്രന് യാതൊരു കൂസലും ഉണ്ടായില്ല.
അവൻ ആകാശത്തിൽ എരിയുന്ന അഗ്നിമാതിരി ശോഭിച്ചു. ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു, പക്ഷേ ഫലിച്ചില്ല. ചുണ്ടുകൊണ്ടും ചിറകുകൊണ്ടും പലരെയും പ്രഹരിച്ചു. ഗരുഡൻ്റെ പ്രഹരമേറ്റ് ദേവകൾ ചോരയൊലിപ്പിച്ച് ഓടി. സാധ്യന്മാർ കിഴക്കോട്ടും വസുക്കൾ തെക്കോട്ടും ആദിത്യന്മാർ പടിഞ്ഞാറോട്ടും അശ്വനി ദേവകൾ വടക്കോട്ടും ഓടിക്കളഞ്ഞു. വീരനായ ഗരുഡൻ യുദ്ധം നിർത്തിയില്ല. അവൻ വീരനായ അശ്വക്രതുവിനോടും രേണുകനോടും ക്രധനോടും തപനനോടും അശ്വനോടും ഉലൂകനോടും നിമേഷനോടും പ്രചൂരജനോടും പുളിനോടും ഘോരമായി യുദ്ധം ചെയ്ത് നഖങ്ങൾ കൊണ്ടും ചുണ്ടുകൊണ്ടും അവരുടെ ദേഹമാസകലം കീറിപ്പൊളിച്ചു. അവരെയൊക്കെ തോൽപ്പിച്ച് ഓടിച്ച ഗരുഡൻ അമൃതിരിക്കുന്നിടത്തേക്ക് വന്നു. അപ്പോൾ അമൃതിനു ചുറ്റും അഗ്നി ആളിക്കത്തുന്നത് കണ്ടു. കാറ്റിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നു. ഉടൻ ഗരുഡൻ 1800 മുഖങ്ങൾ ഗരുഡനിൽ കാണപ്പെട്ടു. ആ മുഖങ്ങളിൽ നദീജലം ശേഖരിച്ച് ജ്വലിക്കുന്ന അഗ്നിയിൽ ഒഴിച്ച് അഗ്നി കെടുത്തി. അഗ്നി ശമിച്ചപ്പോൾ പക്ഷിരാജാവ് ദേഹമൊന്ന് ചെറുതാക്കി അമൃതിൻ്റെ അടുത്തേക്ക് കുതിച്ചു. അമൃതം സംരക്ഷിക്കുവാൻ ചുറ്റും ക്ഷുരങ്ങളോടുകൂടിയ തീഷ്ണമായ കാരിരുമ്പ് യന്ത്രങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗരുഡൻ കണ്ടു. അമൃതിന് അടുത്തെത്തുന്നവരെ അരിഞ്ഞു വീഴ്ത്തുന്ന ആ യന്ത്രം ദേവനിർമ്മിതമാണ്. ആ ചക്രം നിർത്താതെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചക്രത്തിൻ്റെ ആരത്തിൻ്റെ പഴുതു നോക്കി നിന്ന് ദേഹം ചെറുതാക്കി അവൻ ആ പഴുതിലൂടെ പെട്ടെന്ന് ചാടിക്കിടന്നു. അവിടെ എത്തിയപ്പോൾ ചക്രത്തിൻ്റെ താഴെയായി അമൃത് കാക്കുവാൻ നിയോഗിക്കപ്പെട്ട 2 സർപ്പങ്ങളെ കണ്ടു. അഗ്നി പോലെ ഉഗ്രരൂപമായി മിന്നൽ പോലുള്ള നാവുകളും ജ്വലിക്കുന്ന മുഖവും അഗ്നി സമാനമായ കണ്ണുകളും ചേർന്ന് അവർ നോട്ടം കൊണ്ടു തന്നെ വിഷമേൽപ്പിക്കുന്നവരാണെന്ന് ഗരുഡന് മനസ്സിലായി. അവരുടെ കണ്ണേൽക്കുന്നവർ ഭസ്മമായി പോകും. ഉടനെ ഗരുഡൻ അവരുടെ കണ്ണുകളിൽ പൊടി പാറിച്ച് മൂടിക്കളഞ്ഞു. അവരെ അന്ധരാക്കി അടിച്ച് അവശരാക്കി അവരുടെ ദേഹത്ത് കയറിയിരുന്ന് അവരുടെ നടു കുത്തി മുറിച്ച് അമൃതിൻ്റെ അരികിലെത്തി അത് ചുണ്ടുകൊണ്ട് കടിച്ചെടുത്തു. ആ വലിയ യന്ത്രം അടിച്ചു തകർത്തിട്ട് അമൃതുമായി മേൽപോട്ട് ഉയർന്ന് ആകാശത്തിലെത്തി. അമൃത് രുചിച്ചു നോക്കണമെന്ന ചിന്ത ഗരുഡന് ഉണ്ടായില്ല. ആകാശത്തെത്തിയപ്പോൾ ഗരുഡൻ മഹാവിഷ്ണുവിനെ കണ്ടു. അവൻ്റെ പ്രവൃത്തിയിൽ വിഷ്ണുവിന് സന്തോഷമായി. അവന് ആർത്തിയോ ആഗ്രഹമോ ഇല്ലാത്തവനായതിനാൽ മഹാവിഷ്ണു അവനിൽ പ്രസാദിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ ഗരുഡ, നിന്നിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. നീ എന്നിൽ നിന്ന് വരം നേടിയാലും. അപ്പോൾ ഗരുഡൻ പറഞ്ഞു: ഞാൻ അങ്ങയിൽ ഇരിക്കുമാറാകണം. അമൃതപാനം കൂടാതെ ഞാൻ ജരാമരണമില്ലാത്തവനാകണം. അപ്രകാരമാകട്ടെ എന്ന് മഹാവിഷ്ണു ഗരുഡനോട് പറഞ്ഞു. ഉടനെ ഗരുഡൻ വിഷ്ണുവിനോട് പറഞ്ഞു: ഭഗവാനേ, അങ്ങയ്ക്ക് ഞാനും വരം തരാം. എന്ത് വരമാണ് ഭഗവാന് വേണ്ടതെന്ന് പറഞ്ഞാലും. വിഷ്ണു പറഞ്ഞു: നീ എൻ്റെ വാഹനമാകണം. നിനക്കു വസിക്കുവാൻ ഞാൻ ധ്വജം തീർക്കുന്നുണ്ട്. എൻ്റെ ഉപരിഭാഗത്ത് നീ വസിക്കുക. അപ്രകാരമാകാമെന്ന് പറഞ്ഞ് ആ പക്ഷീന്ദ്രൻ ഗരുഡൻ വായുവേഗത്തിൽ പറന്നുയർന്നു. പറക്കുന്നതിനിടയിൽ പരാജിതനായി നിൽക്കുന്ന ഇന്ദ്രനോട് ഗരുഡൻ പറഞ്ഞു: സ്വന്തം അസ്ഥി കൊണ്ട് വജ്രം തീർത്ത ധതീജ മഹർഷിയെ ഞാൻ മനസാ മാനിക്കുന്നു. ഞാൻ വജ്രത്തെയും മാനിക്കുന്നു. വജ്രായുധനായ ഭവാനെയും ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു തൂവൽ, എൻ്റെ പക്ഷത്തിലെ ഒരു തൂവൽ ഞാൻ പൊഴിക്കുന്നു. ചിറകിന് അതുകൊണ്ട് ഒരു അറ്റകുറ്റവും ഉണ്ടാകുന്നതല്ല. ഇപ്രകാരം പറഞ്ഞ് ഗരുഡൻ ഒരു തൂവൽ കൊഴിച്ചിട്ടു. ആ തൂവൽ പൊഴിച്ചതുകൊണ്ട്
പർണമുള്ളവൻ എന്ന അർത്ഥത്തിൽ സുപർണൻ എന്ന പേരിൽ ഗരുഡൻ അറിയപ്പെടാൻ തുടങ്ങി. ഗരുഡൻ്റെ ഈ പ്രവൃത്തി കണ്ട് ഇന്ദ്രൻ പറഞ്ഞു, നിന്റെ ഉത്തമമായ ബലത്തിൻ്റെ തത്വം എനിക്ക് പറഞ്ഞു തന്നാലും എനിക്ക് എന്നും ഭവാന്റെ സഖ്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭവാൻ ആഗ്രഹിക്കുന്ന വിധം ഞാൻ സഖ്യമാകാമെന്ന് ഗരുഡൻ പറഞ്ഞു. മാത്രമല്ല, സ്വന്തം ബലത്തെ ഞാൻ തന്നെ വാഴ്ത്തി പറയുന്നത് മൂഢത്തരമാണ്, അത് ശരിയല്ലെന്ന് ഗരുഡൻ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അങ്ങേക്ക് അമൃത് വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കൂ. അങ്ങ് ഈ അമൃത് കൊണ്ടുപോയി കൊടുത്താൽ അത് ആരനുഭവിക്കുന്നുവോ അവർ ദേവന്മാരെ ഉപദ്രവിക്കുന്നവരായി മാറും. അപ്പോൾ ഗരുഡൻ സാന്ത്വനം പോലെ പറഞ്ഞു, ഞാൻ ഒരു കാര്യസാധ്യത്തിനു വേണ്ടിയാണ് അമൃതെടുത്തത്, ആർക്കും കുടിക്കുവാൻ കൊടുക്കുന്നതല്ല. ഇത് ഞാൻ കൊണ്ടുവയ്ക്കുന്നിടത്ത് നിന്ന് അങ്ങേക്ക് തിരികെ കൊണ്ടുപോകാം. ഇന്ദ്രൻ പറഞ്ഞു, ഭവാന്റെ വാക്ക് എന്നിൽ തൃപ്തിയുണ്ടാക്കിയിരിക്കുന്നു. ഭവാന് ഇഷ്ടമുള്ള വരം എന്നിൽ നിന്നും ആവശ്യപ്പെടാം. അപ്പോൾ പുഞ്ചിരി തൂകി ഗരുഡൻ പറഞ്ഞു, ഞാൻ സർവേശനാണെങ്കിലും അങ്ങയോട് ഇരക്കുകയാണ്. ശക്തരായ സർപ്പങ്ങൾ എന്നും എനിക്ക് ഭക്ഷണമായി ഭവിക്കണം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഇന്ദ്രൻ ഗരുഡനെ അനുഗ്രഹിച്ചു. അമൃതമായി പറന്ന ഗരുഡൻ അമ്മ വിനതയുടെ അടുത്തു ചെന്ന് അമൃത കുംഭം കൊണ്ടുവച്ചു. പിന്നെ സർപ്പങ്ങളെ വിളിച്ചു പറഞ്ഞു, ഹേ സർപ്പങ്ങളെ, ഇതാ ഞാൻ ദർഭ വിരിച്ച് അമൃതം വയ്ക്കുന്നു. കുളിച്ച് മംഗളം പൂണ്ട് നിങ്ങൾ ഇരുന്ന് അമൃത കുടിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പറഞ്ഞ വാക്കു ഞാൻ പാലിച്ചിരിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ അമ്മ നിങ്ങളുടെ ദാസിയല്ല. ഗരുഡൻ പറഞ്ഞ പ്രകാരം സർപ്പങ്ങൾ സമ്മതിച്ചു. വിനതയുടെ ദാസ്യം ഇല്ലാതെയായി. നാഗങ്ങൾ കുളിക്കാൻ പോയ തക്കം നോക്കി ഇന്ദ്രൻ വന്ന് അമൃത് എടുത്തുകൊണ്ടുപോയി. കുളി കഴിഞ്ഞു വന്ന നാഗങ്ങൾ അമൃത് നഷ്ടപ്പെട്ടതറിഞ്ഞു കോപിച്ചു. ചതിക്കു പകരം ചതിയാണ് ഞങ്ങളോട് പ്രയോഗിച്ചതെന്ന് നാഗങ്ങൾ വിചാരിച്ചു. പിന്നെ അമൃതിരുന്ന സ്ഥലത്തെ ദർഭപുല്ലിൽ നാഗങ്ങൾ നക്കി. മൂർച്ചയുള്ള ദർഭപുല്ലിൽ അവരുടെ നാവ് കൊണ്ട് നാവ് രണ്ടായി പിളർന്നു. അന്നു മുതൽ അമൃതം ഇരുന്ന ദർഭപുല്ല് ശുദ്ധമാവുകയും സർപ്പങ്ങളുടെ നാവ് രണ്ടായി പിളരുകയും ചെയ്തു. ശൗനകൻ ചോദിച്ചു, ശാപം കിട്ടിയ നാഗങ്ങൾ എന്തു പ്രതിവിധിയാണ് പിന്നീട് ചെയ്തത്? ഉഗ്രശ്രവസ് പറഞ്ഞു, നാഗങ്ങൾ ശ്രേഷ്ഠനായ ഭഗവാൻ ശേഷനാഗം കദ്രുവിനെ വിട്ടുപോയി തപസ് ആരംഭിച്ചു. ഒരു മുനിയുടെ രൂപമെടുത്താണ് തപസ് ചെയ്തത്. ഗന്ധമാദന ഭാഗത്തും ബദര്യാശ്രമത്തിലും ഗോകർണ പുഷ്കരാരണ്യത്തിലും ഹിമാദ്രികളിലും ഓരോരോ പുണ്യക്ഷേത്ര സ്ഥലത്തും ഏകാന്ത ധ്യാനം ചെയ്തു. തപസ്സിൻ്റെ കാഠിന്യത്തിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ശേഷ, നീ പ്രജകൾക്ക് ക്ഷേമം വളർത്തുക. നിന്റെ തപശക്തിയിൽ പ്രജകൾ വിഷമിക്കുകയാണ്. നിന്റെ ആഗ്രഹമെന്താണെന്ന് പറയൂ. ശേഷൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്. അവരോടൊത്ത് ജീവിക്കുക പ്രയാസമാണ്. അവർ തമ്മിൽ ഒന്നായി ശത്രുക്കളെപ്പോലെ അസൂയപ്പെടുന്നു. അത് കാണാതിരിക്കുവാനാണ് ഞാൻ തപസ് ചെയ്യുന്നത്. മക്കളോടുകൂടിയ വിനതയിൽ അവർ മുഷ്കു കാണിക്കുന്നു. വിനതാസുതൻ ഞങ്ങൾക്ക് അപരനായ ഭ്രാതാവാണ്. അവനെയും അവർ വെറുക്കുന്നു. അവനാണെങ്കിൽ മഹാശക്തനുമാണ്. അച്ഛനായ കശ്യപൻ്റെ വരദാനം കൊണ്ട് യോഗ്യനായി തീർന്നതാണവൻ. ഈ സ്ഥിതിയിൽ എനിക്ക് ജീവിക്കാൻ ആശയില്ലാതായിരിക്കുന്നു. തപസ്സു ചെയ്ത് ഞാൻ ദേഹത്യാഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇവരുമായി ജന്മാന്തരത്തിൽ പോലും ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ശേഷ, നിന്റെ ഭ്രാതാക്കളുടെ നിലയെല്ലാം എനിക്ക് നന്നായി അറിയാം.
മാതാവിൻ്റെ തെറ്റുകൊണ്ടാണ് അവർക്ക് ആപത്ത് സംഭവിച്ചത്. അതിന് പ്രതിവിധി മുമ്പേ കണ്ടിരിക്കുന്നു. നിനക്ക് ആവശ്യമുള്ള വരം ചോദിച്ചാലും. ശേഷൻ പറഞ്ഞു, ഹേ പിതാമഹ, എൻ്റെ മനസ്സ് ധർമ്മത്തിലും ശമത്തിലും തപസ്സിലും നിൽക്കുമാറാകണം. അതാണ് എനിക്കിഷ്ടം. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ എൻ്റെ ചൊൽപ്പടിക്ക് ലോകത്തിന് ഹിതം ചെയ്യുക. ഈ ഭൂമണ്ഡലം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇളകാതെ ഈ ഭൂമണ്ഡലത്തെ നീ കാക്കുക. ഭൂകമ്പത്തെ നീ തടയുക. ശേഷൻ പറഞ്ഞു, ഞാൻ അപ്രകാരം ചെയ്തു കൊള്ളാം. ഹേ പ്രജാപതി, ഭവാൻ എൻ്റെ ശിരസിൽ ഭൂമിയെ വെച്ചാലും. അന്നു മുതൽ ഭൂമിയെ താങ്ങി നിർത്തുന്നത് ശേഷനാഗമാണ്. ശേഷന് സഹായിയായി ഗരുഡനെയും നിശ്ചയിച്ചു. ഉഗ്രശ്രവസ് പറഞ്ഞു നിർത്തി. പിന്നെ തുടർന്നു, അമ്മ കൽപ്പിച്ച ശാപം ഒഴിവാക്കാൻ എന്താണ് വേണ്ടതെന്ന് വാസുകി, സർപ്പശ്രേഷ്ഠനായ വാസുകി ആലോചിച്ചു. ധർമ്മിഷ്ഠരായ ഐരാവതം തുടങ്ങിയ ഭ്രാതാക്കളോടുകൂടി ഇരുന്ന് അദ്ദേഹം ആലോചിച്ചു. എല്ലാ ശാപത്തിനും ഒരു പ്രതിവിധിയുണ്ട്. എന്നാൽ അമ്മയുടെ ശാപത്തിന് മാത്രം പ്രതിവിധിയില്ലെന്നാണ് കേൾക്കുന്നത്. ബ്രഹ്മസന്നിധിയിൽ വെച്ചാണ് അമ്മയുടെ ശാപമുണ്ടായത്. ആ ശാപത്തെ ബ്രഹ്മാവ് തടഞ്ഞതുമില്ല, ശരിവയ്ക്കുകയാണുണ്ടായത്. എല്ലാവരും ഒരു ഉപായം ചിന്തിക്കാൻ വാസുകി മറ്റുള്ളവരോട് പറഞ്ഞു. നാഗങ്ങൾ പല ഉപായങ്ങളും പറഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു, ജനമേജയ രാജാവിൻ്റെ അടുത്തു ചെന്ന് സർപ്പസത്രം തുടങ്ങരുതെന്ന് പറയണം. ചിലർ പറഞ്ഞു, നമ്മൾ രാജാവിൻ്റെ മന്ത്രികളാകണം. പിന്നെ രാജാവ് മന്ത്രിമാരോട് ആലോചിക്കുമല്ലോ, അപ്പോൾ നമുക്ക് വേറെ മാർഗങ്ങൾ രാജാവിനെ ഉപദേശിക്കാം. അല്ലെങ്കിൽ രാജാവിന് ഹിതം ഉപദേശിക്കുന്ന പുരോഹിതനെ ഒരു സർപ്പം ചെന്ന് കടിച്ചു കൊല്ലട്ടെ. ധർമ്മിഷ്ഠരായ നാഗങ്ങൾ പറഞ്ഞു, ഈ പറഞ്ഞവയെല്ലാം പിഴച്ച രീതികളാണ്. വേറെ മാർഗം ആലോചിക്കുക. രാജാവിനെ കടിച്ചു കൊന്നാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് ചിലർ പറഞ്ഞു. ഒടുവിൽ വാസുകി പറഞ്ഞു, അറ്റകൈ പ്രയോഗങ്ങളൊന്നും നല്ലതല്ല. നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല. എങ്ങനെയാണ് നന്മ വരേണ്ടതെന്ന് ചിന്തിക്കണം. പിതാവായ കശ്യപനോട് ചോദിക്കുന്നതാണ് ഉത്തമം. ഇത്രയും കേട്ടപ്പോൾ ഏലാപുത്രൻ എന്ന നാഗം പറഞ്ഞു, ഹേ സുഹൃത്തുക്കളെ, ജനമേജയൻ അത്ര മോശക്കാരനല്ല. അദ്ദേഹം നിശ്ചയിക്കുന്ന യജ്ഞം നടത്തുക തന്നെ ചെയ്യും. അദ്ദേഹത്തെ നാം ഭയപ്പെടേണ്ടവരാണ്. ആർക്ക് ദൈവദോഷമുണ്ടോ അവർ ദൈവത്തെ തന്നെ ആശ്രയിക്കണം. എന്നാൽ മാത്രമേ ഗതി കിട്ടുകയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. അന്ന് അമ്മയുടെ ഉഗ്രമായ ശാപം കേട്ട് ഞാൻ ഭയപ്പെട്ട് അമ്മയുടെ മടിയിൽ ചുരുണ്ടുകിടക്കുമ്പോൾ ദേവകൾ പറഞ്ഞത് ഞാൻ കേട്ടു. അവർ പറഞ്ഞു, സ്ത്രീകൾ തീഷ്ണകൾ തന്നെ. പിന്നെ അവർ ബ്രഹ്മാവിൻ്റെ അടുത്തു ചെന്ന് ഇങ്ങനെ ദുഃഖത്തോടെ പറയുന്ന വാക്കുകളും ഞാൻ കേട്ടു. ഇഷ്ടപുത്രന്മാരെ കിട്ടിയിട്ടും അവരെ ശപിച്ചത് കഷ്ടമായി പോയി. ക്രൂരയായ കദ്രു ഒഴികെ മറ്റാരെങ്കിലും ഭവാന്റെ മുന്നിൽ വെച്ച് ഇപ്രകാരം ശപിക്കുമോ? അതിന് ഭവാനും സമ്മതിച്ചില്ലേ? പിതാമഹ, അങ്ങ് തടയാത്തതിനുള്ള കാരണം എന്തായിരുന്നു? ബ്രഹ്മാവ് പറഞ്ഞു, വിഷമുള്ള ദുഷ്ടനാഗങ്ങൾ ധാരാളമുണ്ട്. പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ആ ശാപം ഞാൻ തടയാഞ്ഞത്. ക്രൂരന്മാരായ സർപ്പങ്ങൾ നശിക്കും. ധർമ്മിഷ്ഠന്മാരായ നാഗങ്ങളൊന്നും നശിക്കില്ല. മഹാന്മാരായ നാഗങ്ങൾക്കു മോക്ഷമാർഗം നിങ്ങൾ കേട്ടുകൊള്ളുക. യായാവരൻ്റെ വംശത്തിൽ ജരൽക്കാരുവെന്ന മുനിവര്യൻ ജനിക്കും. അവന് പുത്രനായി ആസ്തികൻ ജനിക്കും. അവൻ ജനമേജയൻ്റെ സർപ്പസത്രം നിർത്തും. ആ സത്രത്തിൽ പാപികളൊക്കെ ഒടുങ്ങുകയും ധർമ്മിഷ്ഠർ അതിജീവിക്കുകയും ചെയ്യും. ദേവകൾ ചോദിച്ചു, ബ്രഹ്മാവേ, ജരൽക്കാരു ഏത് സ്ത്രീയാണ്?
കുമാരനെ ജനിപ്പിക്കുക? ഏത് സ്ത്രീയിലാണ് കുമാരനെ ജനിപ്പിക്കുക? ബ്രഹ്മാവ് പറഞ്ഞു, ജരൽക്കാരുവെന്ന ഭാര്യയിൽ വീര്യനായ പുത്രൻ ജനിക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ പേരായിരിക്കും. നാഗരാജാവായ വാസുകിക്ക് ജരൽക്കാരുവെന്നൊരു സഹോദരിയുണ്ടല്ലോ, അവളിലാണ് പുത്രൻ ജനിക്കുക. ഏലാപുത്രൻ പറഞ്ഞു, ഹേ വാസുകി, നിന്റെ സഹോദരിയിൽ ആസ്തികൻ ജനിക്കും. അതുകൊണ്ട് നീ ജരൽക്കാരു മുനിക്ക് ജരൽക്കാരു പെങ്ങളെ കൊടുക്കണം. എന്നാൽ ശാപമോക്ഷമായി, പിന്നെ ഭയപ്പെടേണ്ടതില്ല. ഉഗ്രശ്രവസ് പറഞ്ഞു. ഇപ്രകാരം ഏലാപുത്രൻ്റെ വാക്കുകേട്ട് വാസുകി തൻ്റെ സഹോദരിയെ ശ്രദ്ധിച്ച് പരിപാലിച്ചു വന്നു. പിന്നീടാണ് പാലാഴിമഥനം നടന്നതും വാസുകിയെ കയറായി ഉപയോഗിച്ചതും. പാലാഴിമഥനം കഴിഞ്ഞ് വാസുകി ദേവന്മാരോടൊന്നിച്ച് ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. ദേവകൾ പറഞ്ഞു, പിതാവേ, ശാപഭീതി മൂലം വാസുകിക്ക് വലിയ പ്രയാസമുണ്ട്. അമ്മയുടെ ശാപത്തിൽ നിന്ന് സഹോദരങ്ങൾക്ക് മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഇവൻ. സ്വയം ഞങ്ങൾക്ക് ഇഷ്ടം ചെയ്യുന്ന ഉരകേശ്വരനാണ്. ദേവേശ, ഇവനെ പ്രസാദിപ്പിച്ചാലും ഇവൻ്റെ സങ്കടം ശമിപ്പിച്ചാലും. ബ്രഹ്മാവ് അത് കേട്ട് പറഞ്ഞു, ഞാൻ പണ്ടു കൽപ്പിച്ച വിധി ഏലാപുത്രൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ചെയ്യട്ടെ. ദുഷ്ടനാഗങ്ങൾ നശിക്കും, നല്ലവർ അവശേഷിക്കും. ജരൽക്കാരുവെന്ന ഉഗ്രതപോധനൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവന് വാസുകി സഹോദരിയായ ജരൽക്കാരുവിനെ ഭിക്ഷയായി നൽകട്ടെ. നാഗങ്ങൾക്ക് മറ്റൊന്നുകൊണ്ടും ശാന്തി ലഭിക്കുന്നതല്ല. ജരൽക്കാര് മുനി വേളി കഴിക്കാൻ എന്നാഗ്രഹിക്കുന്നുവോ അന്ന് ആ വിവരം എന്നോട് വന്ന് പറയാൻ വാസുകി മറ്റു നാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. ശൗനകൻ ഉഗ്രശ്രവസിനോട് ചോദിച്ചു, ആ മുനിയുടെ പേര് ജരൽക്കാരുവെന്നാണല്ലോ. അവന് ആ പേര് വരാൻ എന്താണ് കാരണം? ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉഗ്രശ്രവസ് പറഞ്ഞു, ജര എന്നാൽ ക്ഷയം എന്നാണ് അർത്ഥം. കാരു എന്ന പദത്തിനർത്ഥം ദാരുണം എന്നാണ്. ശരീരം കാരുവായി തീരുകയും, അതായത് പൊട്ടിപ്പൊളിയുകയും, തപസ് കൊണ്ട് ജരിപ്പിക്കുകയും, അതായത് ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജരൽക്കാരുവായി തീർന്നു. അപ്രകാരം തന്നെ ചെയ്തതിനാൽ വാസുകിയുടെ സഹോദരിക്കും ജരൽക്കാരുവെന്ന പേരുള്ളവളായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജരൽക്കാരു മുനി ധ്യാനത്തിലേർപ്പെട്ടു. ഭാര്യയെപ്പറ്റിയോ കുടുംബത്തെപ്പറ്റിയോ കുടുംബജീവിതത്തെപ്പറ്റിയോ ചിന്തിച്ചില്ല. മഹാതപസ്വിയായി നിർഭയനായി എങ്ങും ചുറ്റി നടന്നു. പണ്ട് കുരുവംശത്തിലെ അഭിമന്യുപുത്രനായ പരീക്ഷിത്ത് രാജാവ് മറ്റ് രാജാക്കന്മാരെ പോലെ നായാട്ടിനായി കാട്ടിൽ പോയി. പല വന്യമൃഗങ്ങളെയും ഏത് രാജാവ് കാട്ടിൽ ചുറ്റി നടന്നു. ഒരു ദിവസം ഒരു മാനിനെ അമ്പെയ്തു. മാൻ ഓടിപ്പോയപ്പോൾ മാനിൻ്റെ പിന്നാലെ ഓടിയ പരീക്ഷിത്ത് രാജാവ് കൊടും കാട്ടിലെത്തപ്പെട്ടു. സാധാരണ രാജാവ് അമ്പെയ്യുന്ന മൃഗങ്ങളൊന്നും ഓടിപ്പോകാറില്ല. പക്ഷേ ഈ മാൻ ഓടിപ്പോയത് കൊണ്ടാണ് രാജാവ് പിന്നാലെ പോയത്. ഓടി വന്ന രാജാവ് ഒരു ആശ്രമ പരിസരത്ത് വന്നു. നന്നായി ക്ഷീണിച്ചിരിക്കുന്നു, വല്ലാത്ത ദാഹവും. ആശ്രമത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശമീക മുനിയെ കണ്ടു. വില്ലേന്തിയ രാജാവ് ആ മുനിയോട് ചോദിച്ചു, ഹേ ബ്രാഹ്മണൻ, ഞാൻ അഭിമന്യുപുത്രനായ പരീക്ഷിത്ത് രാജാവാണ്. ഞാൻ എയ്ത മാനിനെ കണ്ടില്ല, അതിനെ ഭവാൻ കണ്ടുവോ? ആ മുനി രാജാവിനോട് ഒന്നും മിണ്ടിയില്ല. മുനി മൗനവ്രതത്തിലായിരുന്നു. മൗനവ്രതത്തിലിരിക്കുന്ന മഹർഷിമാർ അന്ന് ആ സമയം തീരുന്നതുവരെ സംസാരിക്കാറില്ല. ആ മഹർഷിയാവട്ടെ പശുക്കൾ പോകുന്ന വഴിയിലിരുന്ന് പശുക്കിടാങ്ങളുടെ വായിൽ നിന്ന് ഒഴുകുന്ന പാൽ നുര മാത്രം നക്കിക്കുടി ജീവിക്കുന്ന ഒരു മഹാനിഷ്ഠനായിരുന്നു, വ്രതനിഷ്ഠനായിരുന്നു. മുനി ഒന്നും മിണ്ടാതെ നിന്നതിനാൽ രാജാവിന് കോപം വന്നു. രാജാവ് വിശപ്പും ദാഹവും മൂലം വിവശനുമായിരുന്നു.
രാജാവ് ദേഷ്യത്തിൽ അടുത്ത് കണ്ട ഒരു ചത്ത പാമ്പിനെ വില്ലുകൊണ്ട് തോണ്ടിയെടുത്ത് ആ മുനിയുടെ കഴുത്തിലിട്ടു. മുനി അത് കാര്യമാക്കാതെ ധ്യാനത്തിലിരുന്നു. മുനി യാതൊന്നും പറഞ്ഞില്ല. ശമീക മുനിയുടെ ഈ അവസ്ഥ കണ്ട് രാജാവിൻ്റെ കോപം മാറി. പിന്നെ ദുഃഖമായി. രാജാവ് അവിടെ നിന്നും പോയി. അത് രാജാവാണെന്ന് മനസ്സിലായതിനാൽ ആ മുനി രാജാവിനെ ശപിച്ചില്ല. രാജാവാണെങ്കിൽ ധാർമ്മികനാണ്. ശമീക മുനിയുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് രാജാവ് ആ തെറ്റ് ചെയ്തത്.